അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രകാശം, നൂർ, പ്രകാശം സ്വപ്നം കണ്ടാൽ എന്തായിരിക്കും ഇതിൻ്റെ വ്യാഖ്യാനം? പ്രകാശം എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള പ്രകാശം ആവട്ടോ? പ്രകാശം കണ്ടാൽ, സ്വപ്നം കണ്ടാൽ എന്തായിരിക്കും അതിൻ്റെ വ്യാഖ്യാനം? നല്ലൊരു വ്യാഖ്യാനമാണ് ഇതിനെ കുറിച്ചിട്ട് മഹാന്മാർ പറയുന്നത്. മഹാനായ അലിയുൽ കുതുബി എന്നവർ അവിടുത്തെ ഒരു കിതാബിൽ 198 പേജിൽ പറയാണ്, ഉറക്കിൽ ഒരാൾ പ്രകാശം കാണുകയാണെങ്കിൽ, പ്രകാശം സ്വപ്നം കാണുകയാണെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം സന്മാർഗം എന്നാണ്. അതിൻ്റെ വ്യാഖ്യാനം സന്മാർഗം എന്നാണ് എന്താകുന്നത് ഇവിടെ പറയുന്നത്. നല്ല മാർഗത്തിലാകും മോനെ. അപ്പോൾ കാഫിറായി നടക്കുന്ന ഒരാളാണ് ഈ സ്വപ്നം കാണുന്നതെങ്കിലോ, ആ കാഫിറായ ആൾക്ക് എന്തുണ്ട്? ഹിദായത്തുണ്ട് എന്നാണ് മനസ്സിലാക്കുക. ഇനി കാഫിറല്ലാത്ത ആളാണ് ഇത് കാണുന്നത്. അവൻ ചിലപ്പോൾ തെറ്റുകളൊക്കെ ചെയ്ത് നിസ്കരിക്കാതെ നോമ്പ് നോക്കാതെ നടക്കുന്ന ആളായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരാളാണ് സ്വപ്നം കണ്ടതെങ്കിൽ അവനിക്ക് സന്മാർഗമുണ്ട്, ഓന് നിർവയിലാകും, ഹിദായത്തിലാകും എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ പ്രകാശം സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം സന്മാർഗം, ഹിദായത്താണ് എന്നാണ് ഇവിടെ നമുക്ക് തരുന്നത്, അലിയുൽ കുതുബി എന്നവർ പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.